മറ്റു പലരുടെയും താല്പര്യങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക്, മറ്റു പലരുടെയും ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണല്ലോ. ഇതിലെ പ്രധാന ഭാഗങ്ങൾ യേശു കർത്താവിൻ്റെ വിസ്താരവും, യേശു കർത്താവിൻ്റെ ക്രൂശീകരണം, യേശു കർത്താവിൻ്റെ അടക്കം. ഈ 3 കാര്യങ്ങളെയാണ് നമുക്ക് പ്രധാനമായി ഈ 15-ാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയുന്നത്. മതപുരോഹിതന്മാരുടെ മുമ്പിലുള്ള, ന്യായാധിപ സംഘത്തിന് മുമ്പിലുള്ള വിസ്താരവും, അതിനുശേഷം മതകോടതിയിലെ വിസ്താരത്തിന് ശേഷം സിവിൽ കോടതിയിൽ റോമ അധികാരികളുടെ മുമ്പിൽ, ഭരണാധികാരിയുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ വിസ്താരവും നമുക്ക് പ്രാരംഭവാക്യങ്ങളിൽ കാണാൻ കഴിയും. പീലാത്തോസിന് മുമ്പിലുള്ള കർത്താവിൻ്റെ വിസ്താരത്തിന് ശേഷം അതിനെ വിട്ടയപ്പാൻ മനസ്സുണ്ടായിട്ട് പുരുഷാരത്തോട് പീലാത്തോസ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നസ്രയനായ അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവായ യേശുവിനെ വിട്ടയക്കേണ്ടത്, അല്ല ബറാബാസിനെ വേണം? എന്നാൽ മഹാപുരോഹിതന്മാരുടെ താല്പര്യങ്ങൾക്ക്, ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് പുരുഷാരം യേശുവിന് പകരം ബറാബാസിനെ ചോദിക്കുകയും യേശുവിനെ ക്രൂശിക്കേണ്ടതിന് നിലവിളിക്കുകയും ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു. ഇന്നും ലോകമനുഷ്യൻ യേശുവിനെ തള്ളിക്കളയുകയും മറ്റു പലരുടെയും താല്പര്യങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക്, മറ്റു പലരുടെയും ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട്, ഭീഷണികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് യേശു കർത്താവിനെ അംഗീകരിക്കുവാനോ, സ്വീകരിക്കുവാനോ, വിശ്വസിക്കുവാനോ, ഉൾക്കൊള്ളുവാനോ കഴിയാതെ തള്ളിക്കളയുമ്പോൾ ബറാബാസിനെ പോലെയുള്ളവരെ അവർ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ കൃപയാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ, വിശ്വസിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. റോമ അധികാരികൾ എല്ലാ പെസഹ പെരുന്നാളിലും ഒരു യഹൂദ തടവുകാരനെ വിട്ടയക്കുക പതിവാണ്. എന്നാൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരണമായിട്ട് അങ്ങനെ ഒരു തടവുകാരനെ വിട്ടയക്കുമ്പോൾ പീലാത്തോസ് ആഗ്രഹിച്ചത്, താല്പര്യപ്പെട്ടത് യേശുവിന് വിട്ടയക്കാനാണെങ്കിൽ ജനം പരിഗണിച്ചത് ബറാബാസിനെയാണ്. റോമൻ തടവിൽ നിന്ന് ബറാബാസിന് വിടുതൽ ലഭിച്ചെങ്കിൽ, എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ, പെസഹ കുഞ്ഞാടായ യേശു കർത്താവ് അറുക്കപ്പെട്ടപ്പോൾ, പാപത്തിൻ്റെ തടവറയിൽ നിന്ന്, നിത്യമരണത്തിൻ്റെ തടവറയിൽ അകപ്പെട്ടു പോകാവുന്ന നമ്മെ കർത്താവ് താൻ ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ് സത്യം. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക പടയാളികളും പുരോഹിതന്മാരും ശാസ്ത്രിമാരൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ, എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് അത്ഭുതം ചെയ്തിട്ട് നാം കർത്താവിൽ വിശ്വസിക്കുകയല്ല. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവനെന്നും ദൈവനാമ മഹത്വത്തിനായി എല്ലാം ചെയ്യുന്നവനാണ്. തൻ്റെ ക്രൂശ് മരണത്തെ, തൻ്റെ അടക്കത്തെ ഒക്കെ
700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: അവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. ജനനത്തിൽ കാലിത്തൊഴുത്തിൽ കിടത്തിയ, ശിലയിൽ കിടത്തിയ യേശു കർത്താവിനെ തൻ്റെ മരണത്തോടെ ബന്ധത്തിൽ നാം വായിക്കുന്നത് ആരെയും വെച്ചിട്ടില്ലാത്ത യോസേപ്പിൻ്റെ തോട്ടത്തിലുള്ള പാറയിൽ വെട്ടിയ കല്ലറയിൽ യേശു കർത്താവിനെ അടക്കം ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്ക് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുകയും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി അവരെ ചേർപ്പാൻ വേഗം വരുന്ന കർത്താവുമാണ്. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ ക്രിസ്തുവിൽ മരിച്ചവർക്കും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർക്കും അവരെ ചേർപ്പാൻ കർത്താവ് മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. അവരുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ.